സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അഡ്വക്കേറ്റ് എം സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജനവിധി തേടുകയാണ്. നിലമ്പൂരുകാരനായ സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. നേരത്തെ ചുങ്കത്തറ മാർത്തോമ കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം സംസ്ഥാനത്തൊട്ടുക്കുമായതിനാൽ അദ്ദേഹത്തിൻ്റെ സംഘടനാകാരികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് 2016 മത്സരിച്ച് നിയമസഭയിലെത്തിയ സ്വരാജ് അതിഗംഭീരമായ പ്രകടനമാണ് സഭയിൽ കാഴ്ചവെച്ചത്. കാര്യങ്ങളെ യഥാവിധി വിലയിരുത്തുകയും പ്രശ്നങ്ങളോട് വളരെ പണ്ഡിതോജ്വലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വരാജിനെ നാട്ടുകാർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായിരിക്കുകയാണ്. ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യം അത് തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയോജനമായി ഭവിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വരാജ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നിയോജക മണ്ഡലം ഏറെക്കാലം ജയിച്ച പ്രതിനിധീകരിച്ച ആളുകൾ അവര് അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന റോഡുകളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിക്കുന്നവർ ഈ നാട്ടിൽ UDF-കാർക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഓണം കേറാമൂലയായി അറിയപ്പെട്ടിരുന്ന നിലമ്പൂരിന്റെ പല ദേശങ്ങളിലേക്കും ദിക്കുകളിലേക്കും നിങ്ങളിപ്പോൾ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. റബ്ബറൈസ് ചെയ്ത റോഡുകൾ നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായ വരയും കുളിയുമുള്ള റോഡുകൾ. ഈ റോഡുകളൊക്കെ ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഈ കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിലാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഒരു വ്യവസായ സ്ഥാപനം ഈ നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കാൻ എന്റെ 10, 35, 40 കൊല്ലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് സാധിച്ചില്ല. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അവർ ശ്രമിച്ചില്ല. സ്വരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ മണ്ഡലത്തിന്റെ വിവിധോന്മുഖമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിന് വേണ്ട കാഴ്ചപ്പാട് സ്വരാജിനുണ്ട്. അതിന് വേണ്ട അഭിപ്രായങ്ങൾ സ്വരാജിനുണ്ട്. തൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് സ്വരാജ് പുലർത്തുന്നു. അങ്ങനെയുള്ള സ്വരാജിനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ നിങ്ങളെല്ലാവരും തന്നെ രംഗത്തിറങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായി. മാറ്റങ്ങൾ കാണണമെങ്കിൽ എങ്ങോട്ടും പോകേണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇറങ്ങി നിന്ന് ചുറ്റുവട്ടത്തേക്കും ഒന്ന് കണ്ണോടിച്ചാൽ മതി. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളും ഒക്കെ പഠിക്കുന്ന ഗവൺമെന്റ് വിദ്യാലയങ്ങൾ 9 വർഷങ്ങൾക്ക് മുൻപ് വരെ എങ്ങനെയായിരുന്നു? പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകൾ, വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും നമ്മളുടെ സർക്കാർ സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. എണ്ണക്കുറവ് മൂലം, വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവ് മൂലം സർക്കാർ വിദ്യാലയങ്ങൾ പൂട്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. സുരക്ഷിതമായി കുട്ടികൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിനും മക്കളെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലേക്ക് വിടാൻ സാധിക്കുമായിരുന്നില്ല, ചങ്കുറപ്പ് വരുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റം ആ വിദ്യാലയങ്ങളിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ, അവയൊക്കെ തന്നെ അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ കൊണ്ട് നിർഭരമാണ്. ഇന്ന് പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സർക്കാർ സ്കൂളും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകൾ,
കേരളത്തിലെ ഒരു സർക്കാർ വിദ്യാലയത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാനാവില്ല. അതിന്റെ കാരണം ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ പണിയപ്പെട്ട കെട്ടിടങ്ങളുടെ പ്രായം പരിശോധിക്കും നിങ്ങൾ. ആ പ്രായം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ ഉണ്ടായത്. മുമ്പ് നമ്മളുടെ കുട്ടികൾക്ക്, സാധാരണക്കാരുടെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഭീമമായ ഫീസ് കൊടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് പോയി നോക്കൂ, അവിടെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളുണ്ട്. നിങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടാകും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളിൽ. നിങ്ങളുടെ പേരക്കുട്ടികൾ സർക്കാർ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളിൽ പഠിക്കുന്നുണ്ടാകും. 1 രൂപ പോലും കൊടുക്കാതെ, ഫീസ് കൊടുക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം കഴിഞ്ഞ 9 വർഷത്തിനിടയിലാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ, സർക്കാർ സ്കൂളുകളിൽ ഉണ്ടായത് എന്നുള്ള കാര്യം UDF-കാരെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ അതൊരിക്കലും തന്നെ മറക്കില്ല. കാരണം അവർക്ക് അനുഭവേദ്യമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. ഉച്ചവരെ മാത്രമായിരുന്നു സർക്കാർ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇക്കാലം എത്രയും പ്രവർത്തിച്ചിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ വിനീതൻ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് ഉച്ചവരെ പ്രവർത്തിച്ചിരുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചത്. അവസാനം ഞങ്ങളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് മന്ത്രി എന്നുള്ള നിലയിൽ ഈ വിനീതനായിരുന്നു. ആ ഉത്തരവ് മറ്റൊന്നുമായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ വരുന്ന സാധാരണക്കാരായ രോഗികളെ പരിശോധിക്കാൻ ഒരു ഡോക്ടറെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക് അവരുടെ ഓൺ ഫണ്ടോ പ്ലാൻ ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം നൽകി വെക്കാൻ ഉത്തരവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടുകൂടിയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരാളൊന്ന് പോയി നോക്കൂ. നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാൻ ഡോക്ടർമാരെ ലഭ്യമാണ്. അത് ഉണ്ടാക്കിയത് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ വകുപ്പിന്റെ സംഭാവന എന്നുള്ള നിലയിലാണ്. ഇതൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മാറ്റങ്ങൾ. കഴിഞ്ഞ 9 വർഷമായി നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നു. 600 രൂപയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ. അത് കൊടുത്തിരുന്നത് 34 ലക്ഷം ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ 9 കൊല്ലം കൊണ്ട് അത് 1600 വർദ്ധിച്ചു എന്ന് മാത്രമല്ല, 64 ലക്ഷം ആളുകൾക്കാണ് ഇന്ന് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ആകെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ 2.5 കോടിയാണ്. ഈ 2.5 കോടിയിൽ 64 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1/5 മലയാളിക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേമ പെൻഷൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ഒരു ഉപജീവന വഴിയുമില്ലാത്തവർക്ക്, ഒരു വരുമാനവുമില്ലാത്ത വയോജനങ്ങൾക്ക് നൽകുന്ന കരുത്തും ജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ചെറുതാണ്. മക്കൾ നമ്മളെ നോക്കും, പ്രത്യേകിച്ച് 60 കഴിഞ്ഞ വൃദ്ധന്മാരായിട്ടുള്ള മാതാപിതാക്കളെ. അവർ നമുക്ക് മരുന്ന് വാങ്ങിത്തരും, അവർ നമുക്ക് നല്ല വസ്ത്രം തരും, ഭക്ഷണം തരും, കിടക്കാനുള്ള നല്ല സൗകര്യങ്ങൾ അവർ ഒരുക്കി തരും. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും മക്കളുടെ നേരെ കൈ നീട്ടാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒന്ന് ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സ്യം കണ്ടാൽ 1 കിലോ മത്സ്യം വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ഈ നാട്ടിലെ വയോജനങ്ങളുടെ കയ്യിൽ എവിടെ നിന്ന് പണം? അതിനും തന്റെ മക്കളോടും മരുമക്കളോടും കൈനീട്ടേണ്ട ദുര്യോഗത്തിൽ നിന്ന് ഈ നാട്ടിലെ വൃദ്ധജനങ്ങളെ എന്നേക്കുമായി മുക്തമാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ആ 1600 രൂപ അവരുടെ കൈകളിലേക്ക് മാസാമാസം വെച്ചു കൊടുത്തുകൊണ്ട് സർക്കാർ പറയുന്നത്, ഈ പണം ചെലവാക്കാൻ നിങ്ങൾക്കൊരു മകന്റെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട, നിങ്ങൾക്കൊരു മകളോടും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെലവാക്കാം. ഇത് നിങ്ങളുടെ ആയ കാലത്ത്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത്, നിങ്ങളുടെ മക്കളെ നോക്കിയതിന്, നിങ്ങളുടെ കുടുംബത്തെ നോക്കിയതിന്, ഈ നാടിന്റെ സംരക്ഷകരായി നിന്നതിന് സർക്കാർ നിങ്ങൾക്ക് നൽകുന്ന പാരിതോഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിലേക്ക് 1600 രൂപ വെച്ചു കൊടുക്കാൻ ഈ സർക്കാർ അല്ലേ തയ്യാറായത്? എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു.
ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇടയിലാണ് 64 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് ഏതാണ്ട് ഒരു മാസം 1000 കോടി രൂപ വേണം. അതിന് 1000 കോടി. ഈ 1000 കോടി രൂപ ഓരോ മാസവും ഒരു കൊല്ലം 12,000 കോടി രൂപ വേണം. ഈ 12,000 കോടി രൂപ കണ്ടെത്തി അത് ഈ നാട്ടിലെ വയോജനങ്ങൾക്ക്, അതുപോലെ തന്നെ വിധവകൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധുക്കൾക്ക് നൽകുന്നു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് UDF-കാർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ നാം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെന്നും നോക്കിയിട്ടുള്ളത് സമ്പന്നരുടെ പ്രശ്നങ്ങളാണ്. അവരെന്നും ചെവി കൊടുത്തിട്ടുള്ളത് ധനാഢ്യന്മാരുടെ വിഷയങ്ങൾക്കാണ്. പാവപ്പെട്ടവരുടെ ജീവൻഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവരൊരിക്കലും തന്നെ ചെവി കൊടുത്തിട്ടില്ല. നിങ്ങളെല്ലാവരും കഴിഞ്ഞ മാസവും റേഷൻ വാങ്ങിയതല്ലേ? നമ്മളുടെ റേഷൻ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റേഷൻ കിട്ടാതിരുന്നിട്ടുണ്ടോ? പഞ്ചസാര കിട്ടാതിരുന്നിട്ടുണ്ടോ? പണ്ടൊക്കെ മക്കളുടെ വീട്ടിലേക്ക്, പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വിരുന്നു പോകാൻ നമ്മളുടെ അമ്മമാർക്ക്, അച്ഛന്മാർക്ക് ഭയമായിരുന്നു. എന്താണ് കാരണം? അവിടേക്ക് പോയാൽ റേഷൻ എങ്ങാനും മുടങ്ങിപ്പോകുമോ? ഒരു ദിവസം റേഷന് അരിക്ക് വേണ്ടി ചെന്നില്ലെങ്കിൽ ആ റേഷൻ അരി റേഷൻ ഷാപ്പുകാരൻ മറിച്ചു വിൽക്കും. ഇന്ന് പക്ഷേ അങ്ങനെയാണോ സ്ഥിതി? നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ട് കേരളത്തിലെ ഏത് റേഷൻ ഷോപ്പിൽ പോയാലും റേഷൻ കിട്ടുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നത് ഈ കഴിഞ്ഞ 4-5-6 വർഷത്തിനിടയിലല്ലേ? ഈ സർക്കാരിന്റെ കാലയളവിലല്ലേ അത് യാഥാർത്ഥ്യമായത്? ഇന്ന് നിങ്ങൾക്ക് നിർഭയം ഏത് ദൂരത്തേക്കും പോകാം, ഏത് സ്ഥലത്തേക്കും പോകാം. തലസ്ഥാനത്തേക്ക് നിങ്ങൾ പോയാലും തിരുവനന്തപുരത്തെ റേഷൻ ഷോപ്പിൽ നിങ്ങളുടെ റേഷൻ കാർഡ് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ അരിയും, നിങ്ങളുടെ പഞ്ചസാരയും, നിങ്ങളുടെ റേഷൻ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരാണ്. 9 വർഷം കൊണ്ട് ഈ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വിവരണാതീതമാണ്. വർഗീയ സംഘർഷങ്ങൾ, മതസംഘർഷങ്ങൾ, കലാപങ്ങൾ ഇതൊന്നും നമ്മളുടെ നാട്ടിലില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ല മാറാട് കടപ്പുറത്ത് 11 മനുഷ്യജീവനുകൾ പിടഞ്ഞ് വീണത്? അവിടെ നിന്ന് 100 കണക്കിന് ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് എന്നേക്കുമായി തങ്ങളുടെ തീരപ്രദേശം വിട്ടുപോകേണ്ടി വന്ന സ്ഥിതി. വർഗീയവാദികൾ, മതാന്ധതയുടെ വക്താക്കൾ അവര് തമ്മിൽ കശാപ്പും കലാപവും നടന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത്. കഴിഞ്ഞ 9 വർഷമായി ഈ നാട്ടിൽ 2 മതസമുദായങ്ങൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായതായി കേട്ടുകേൾവിയുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അതിനുള്ളൊരു വലിയ ശ്രമം നടന്നു. എറണാകുളത്ത് ഒരു ക്രൈസ്തവ സഭയുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഫോടനമുണ്ടായി, 4-5 പേർ മരണപ്പെട്ടു. ഉടനെ തന്നെ എല്ലാവരും ബ്രേക്ക് ചെയ്തു ന്യൂസ്. മുസ്ലിം തീവ്രവാദികളാണ് ആ സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പോലീസിനെ വിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഉത്തരവാദികളായിട്ടുള്ളവരെ ഉടൻ പിടികൂടണം. 2 മതസമുദായങ്ങൾ തമ്മിൽ അകൽച്ച സംഭവിക്കുന്നതിന് ഈ സംഭവം ഇടവരുത്തും. നേരം പുലരുന്നതിന് മുൻപ് അതിലെ യഥാർത്ഥ പ്രതി അതേ ക്രൈസ്തവ സഭയിൽപ്പെട്ടയാളാണ് ആ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയതിലൂടെ നമ്മുടെ നാട്ടിൽ 2 മതസമുദായങ്ങൾ തമ്മിൽ അകന്നു പോകേണ്ടിയിരുന്ന സാഹചര്യം ഗവൺമെന്റ് ഇല്ലാതാക്കി. നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടക. അവിടെ അഷറഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. അഷറഫ് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. അല്പസ്വല്പമൊക്കെ വിവേകം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്തായിരുന്നുവെന്നോ? അവിടെ 2 ക്രിക്കറ്റ് ടീമുകൾ കളിച്ചുകൊണ്ടിരുന്നു. അതിലൊരു ക്രിക്കറ്റ് ടീം തങ്ങളുടെ ടീമംഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ഒരു കോപ്പ വെള്ളമെടുത്ത് കുടിച്ചു. അതിന്റെ പേരിലാണ് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ആ പാവം ചെറുപ്പക്കാരനെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ തച്ച് കൊന്നത്. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യാൻ, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്ര ദിവസമെടുത്തു? ആ പ്രതികൾക്ക് കൊണ്ടുചെല്ലുന്നതിന് മുൻപ് തന്നെ ജാമ്യം കൊടുത്തു. സർക്കാരിന്റെ വക്കീൽ അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നും പറഞ്ഞില്ല. കാരണം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാർമേഘ പടലങ്ങൾ ഇങ്ങനെ പൊങ്ങി നിന്നിരുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കൊന്നയാളുകൾ ഒരു കഥയുണ്ടാക്കി. ആ കഥ എന്തായിരുന്നുവെന്നോ? ഈ ചെറുപ്പക്കാരൻ പാകിസ്ഥാനിന് സിന്ദാബാദ് വിളിച്ചു. അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാൾ മരണപ്പെട്ടത് എന്ന്. ഇതാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നടന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർണാടകയിലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മംഗലാപുരത്ത് നിന്ന് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോയത്.
ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതാന്ധതയുടെ ശക്തികൾക്ക്, വർഗീയ ശക്തികൾക്ക്, RSSകാർക്ക് നടക്കാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും വരെ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ ചുറ്റുപാടുണ്ടാക്കി അവരെ നഖശികാന്തം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും എതിർത്തു. ഈ ശക്തികളൊക്കെ തന്നെ ഇനിയും തലയും വാലും പൊന്തിച്ചു വരും. എന്നെങ്കിലും UDFന് ഇവിടെ ഒരു ഭരണം കിട്ടുന്ന കാലത്ത് അവരെല്ലാം മാളത്തിൽ നിന്ന്, ഉൾവലിഞ്ഞയിടത്ത് നിന്ന് പുറത്തു വരും. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ വീണ്ടും രണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഒരു കാരണവശാലും അത്തരം ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പൊതുതെരഞ്ഞെടുപ്പിനെ, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് 2026 പൊതുതെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നുള്ള നിലയിലാണ്. ഇവിടെ നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ 2026 ജനറൽ ഇലക്ഷനിൽ മൂന്നാമതും ഇടതുപക്ഷം, ചുവപ്പിന്റെ ശക്തികൾ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. അതിന് പറ്റുന്ന യോഗ്യനായ, മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇവിടെ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് M. സ്വരാജ് തന്റെ ചരിത്ര ദൗത്യം എന്താണ്, തന്റെ ധർമ്മം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരൻ. ഈ നിലമ്പൂരിൽ നിന്ന് എത്രയോ ആളുകൾ മത്സരിച്ച് ജയിച്ചു പോയിട്ടുണ്ട്. അവരാരെങ്കിലും നിലമ്പൂരിന്റെ ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നോ, നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിക്ക് ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് M. സ്വരാജ് പറഞ്ഞു, നിലമ്പൂരിന്റെ ചരിത്ര പ്രാധാന്യം നിങ്ങൾക്കറിയില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ 1857 ശേഷം ബ്രിട്ടീഷ് മുക്തമായിട്ടുള്ള, ബ്രിട്ടീഷ് പതാക പറക്കാത്ത ഒരു നാടുണ്ടായത് ഈ നിലമ്പൂരിന്റെ മണ്ണിലാണ്. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേതൃത്വം നൽകിയ മലയാള രാജ്യത്തിന്റെ തലസ്ഥാനമായി കുഞ്ഞഹമ്മദ് ഹാജി തെരഞ്ഞെടുത്ത നിലമ്പൂരിനെ നമുക്ക് ചരിത്ര താളുകളിൽ നിന്ന് പ്രായോഗിക മനുഷ്യന്റെ ജീവിതത്തിന്റെ മേഖലയിലേക്ക്, അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിലൂടെ ഈ നാടിന്റെ ചരിത്ര പൈതൃകത്തെ പൊടിതട്ടി എടുക്കുകയാണ് സ്വരാജ് ചെയ്തത്. ആ സ്വരാജിനല്ലാതെ നമ്മൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുക? ആ സ്വരാജിനല്ലാതെ നമ്മൾ നമ്മളുടെ സമ്മതിദാനാവകാശം ആർക്കാണ് നൽകുക? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി സ്വരാജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കേരള നിയമസഭയിൽ ഒരിക്കലും നിലക്കാത്ത നിലമ്പൂരിന്റെ ശബ്ദമായി സഖാവ് കുഞ്ഞാലിയുടെ ശബ്ദത്തെ വെടിവെച്ച് വീഴ്ത്തി ഇല്ലാതാക്കിയവർക്ക് സഖാവ് കുഞ്ഞാലിയുടെ യഥാർത്ഥ പിൻഗാമിയായി ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിക്കുന്ന സ്വരാജിനെ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ ഓരോരുത്തരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.